സ്വർണ്ണവിലയുടെ കുതിപ്പ് തുടരുകയാണ്. ഇന്ന് ഗ്രാമിന് 80 രൂപ വർദ്ധിച്ചു. 9,945 രൂപയും പവന് 640 രൂപയുമാണ് വർദ്ധിച്ചത്. ഇതോടെ പവന്റെ വില 79,560 രൂപയായി. സ്വർണ്ണവില ഗ്രാമിന് 10,000 രൂപയിലേക്ക് എത്താൻ ഇനി 55 രൂപ മാത്രം മതി. ദീപാവലിയോടെ സ്വർണം 12,000 രൂപയിലേക്ക് ഗ്രാമിന് എത്തുമെന്നാണ് സൂചനകൾ. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഓണത്തിന് മുമ്പ് ഇത്ര വലിയൊരു വർധനവുണ്ടാകുകയും ഓണത്തിന് ശേഷം ആ കുതിപ്പ് തുടരുകയും ചെയ്യുകയാണ്. ദീപാവലിക്ക് 10,000 രൂപയാകുമെന്നുള്ള പ്രതീക്ഷയായിരുന്നു, പ്രവചനങ്ങളായിരുന്നു വന്നതെങ്കിലും ഇപ്പോൾ ദീപാവലിക്ക് 12,000 രൂപയിലേക്ക് ഗ്രാമിനെത്തും എന്നുള്ള ഒരു വാർത്തകളും പ്രവചനങ്ങളും സൂചനകളുമാണ് വരുന്നത്. ഭീമ ജുവലേഴ്സ് ചെയർമാൻ BV ഗോവിന്ദൻ നമുക്കൊപ്പം ചേരുന്നു. ശ്രീ ഗോവിന്ദൻ, ഈ വിഷയത്തിൽ സംസ്ഥാനത്ത് സ്വർണ്ണവില പ്രതീക്ഷിച്ചതാണോ ഈ ഉത്സവകാലത്ത് ഇങ്ങനെ ഒരു വർധനവ്? ഉത്സവകാലത്ത് ആരും പ്രതീക്ഷിച്ചതല്ല. എന്നാൽ തന്നെയും നമ്മുടെ ഇന്റർനാഷണൽ ലെവലിലുള്ള ചേഞ്ചസ്, അതായത് ട്രംപിന്റെ റിസൾട്ടും ലണ്ടൻ മാർക്കറ്റിലെ അപൂർവമായ സ്വർണ്ണവില ഉയർച്ചയും കാരണമാണ് കേരളത്തിലും കൂടാൻ കാര്യം. അത് നമ്മുടെ കേരളത്തിലെ ആൾക്കാരൊന്നും പ്രതീക്ഷിച്ചതല്ലെങ്കിൽ തന്നെയും അത് താങ്ങാവുന്നതിനൊക്കെ കൂടുതലാണെങ്കിൽ തന്നെയും അവരത് സഹിച്ച് മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ സ്വർണത്തിന് എപ്പോഴും നല്ല വില എപ്പോഴും ഓരോ കൊല്ലം കൂടുന്നത് കൊണ്ട് അവർക്ക് വിഷമമില്ല. കല്യാണത്തിന് ഇത് അത്യാവശ്യമായൊരു കാര്യമാണ്. അല്ലെങ്കിൽ തന്നെയും അത് ഒരു കൊല്ലം കഴിഞ്ഞാലോ ഒരു 6 മാസം കഴിഞ്ഞാലോ വില കൂടുമെന്നുള്ളൊരു പ്രതീക്ഷ കാരണം ആൾക്കാർക്ക് അതിന് വിഷമമില്ല. അവർ മേടിക്കുന്നത് അന്നത്തെ വരെയേക്കാൾ 6 മാസത്തെ അല്ലെങ്കിൽ ഒരു കൊല്ലത്തെ കഴിഞ്ഞൊക്കെ കുറവാണോ എന്നുള്ളൊരു സമാധാനം അവർക്കുണ്ട്. അതായത് ഈ ഉത്സവകാലത്ത് വിൽപ്പനയെ ഇത് ബാധിച്ചിട്ടില്ല, അങ്ങനെ തന്നെയാണ് കണക്കുകൾ അല്ലെ? വിൽപ്പനയെ ഒരിക്കലും ബാധിച്ചില്ല. ആദ്യത്തെ മകൾക്ക് 25 ലക്ഷം രൂപയുടെ സ്വർണം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ മകൾക്കും രണ്ടാമത്തെ മകൾക്ക് 25 ലക്ഷം തന്നെ. പക്ഷെ ക്വാണ്ടിറ്റി കുറയും, പക്ഷെ വില അത് കൂടും എന്നുള്ളത് ആർക്കും പ്രതീക്ഷിക്കാത്തതുകൊണ്ട് തൂക്കത്തിന് സ്വല്പം കുറവുണ്ടെങ്കിൽ ഇതിനും ഒരു കൊല്ലം കഴിഞ്ഞാൽ ഈ സ്വർണ്ണവില കാരണം അവരുടെ സ്വർണത്തിന് ഇനിയും വില കൂടി എന്നുള്ളൊരു സമാധാനം അവർക്കുണ്ട്. ശ്രീ ഗോവിന്ദൻ, ഒരു കാര്യം, ഈ സ്വർണത്തിൽ നിക്ഷേപം നടത്തുന്നവർക്ക് ഒരു പക്ഷേ ഏറ്റവും ആശ്വാസകരമായ ഒരു കാര്യമായിരിക്കാം ഇത്. ക്രമാനുഗതമായി വില വർധനവ് ഇനിയും കൂടുമെന്നുള്ള പ്രതീക്ഷ. പക്ഷേ മലയാളികൾ പൊതുവിൽ സ്വർണത്തിൽ നിക്ഷേപിക്കുന്നവരാണോ? അവർ ആഭരണങ്ങൾ വാങ്ങിക്കൂട്ടുന്നവരല്ലേ? തീർച്ചയായിട്ടും മലയാളികൾ അല്ല, ലോകത്തിലെല്ലാവരും പോലെ തന്നെ മലയാളികൾ പ്രത്യേകിച്ച് കൂടുതൽ അവർക്ക് ഇൻകം കൂടുതൽ വരുമ്പം സ്വർണത്തിലാണ് മാക്സിമം അവർ നിക്ഷേപിക്കുന്നത്. എന്നുവെച്ചാൽ അവർക്ക് അവർക്ക് അത്യാവശ്യമാണെങ്കിൽ സ്വർണത്തിന്റെ ആ വില ഒരു മണിക്കൂർ അവരുടെ ബാങ്കിൽ കിട്ടും. പിന്നെ അതിൽ അവർക്ക് സ്വർണ്ണ ആഭരണങ്ങൾ മേടിക്കുമ്പോൾ അതിൽ വരുന്ന GSTയോ അല്ലെങ്കിൽ വില കൂടുതലോ ഒരു ബാധിക്കില്ല എന്നൊരു ഉറപ്പ് അവർക്കുണ്ട്. എന്ന് വെച്ചാൽ 6 മാസം കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വില കൂടുതൽ കാരണം അവർക്ക് അവർ നിക്ഷേപിക്കുന്നതിനേക്കാൾ കൂടുതൽ വില സ്വർണത്തിൽ ഉള്ളത് കൊണ്ട് എപ്പോൾ കൊടുത്താലും GST ഉൾപ്പെടെ അല്ലെങ്കിൽ പണിക്കൂർ ഉൾപ്പെടെയുള്ള തീർച്ച കിട്ടുമെന്നുള്ളൊരു സമാധാനം അവർക്കുണ്ട്. ഈ യഥാർത്ഥത്തിൽ ഈ ആഭ്യന്തര ആവശ്യക്കാർ, അതായത് വാങ്ങുന്നവരുടെ എണ്ണം കൂടിയതല്ല, ആഗോള സാഹചര്യമാണ് ഇപ്പോഴത്തെ സ്വർണ്ണവിലയെ നിർണ്ണയിക്കുന്നത് അല്ലേ? അങ്ങനെയാണ് സാഹചര്യം. അതെ, ആഗോള സാഹചര്യമാണ്. ലണ്ടൻ മാർക്കറ്റിലെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ എല്ലാ കേരളത്തിൽ നിന്നല്ല ഇന്ത്യ ഒട്ടാകെ എല്ലാവരും ഫോളോ ചെയ്യുന്നത് ലണ്ടൻ മാർക്കറ്റാണ്. ഓക്കെ, ഇതിൽ ഇനി നമുക്ക് ഈ ഒരു ട്രെൻഡ് എത്ര നാളത്തേക്ക് തുടരാനാണ് സാധ്യത? നിങ്ങളുടെ ഒരു കണക്കൂട്ടൽ എങ്ങനെയാണ്? അത് ഒരിക്കലും ആർക്കും പ്രവചിക്കാൻ പറ്റാത്തതാണ്. പക്ഷേ കൊല്ലം കൂടുന്നത് 6 മാസം, ഓരോ മാസം കൂടുമ്പോഴും ഒരു കൊല്ലം കഴിഞ്ഞാൽ തീർച്ചയായിട്ടും 20% അല്ലെങ്കിൽ 25 വർഷം 30 കൂടുമെന്നുള്ളതിന് യാതൊരു സംശയം പൊതുജനങ്ങൾക്കില്ല, പബ്ലിക്കിനും ഇല്ല. എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. ഇപ്പോൾ 80,000 തൊട്ട് നിൽക്കുകയാണ് പവന് വില. അതൊരു 80,000 മറികടന്ന് സമീപ മാസങ്ങളിൽ ആഴ്ചകൾ തന്നെ ഉണ്ടായേക്കാം അല്ലേ? 90,000 ആയിരിക്കാം, 1 ലക്ഷം ആയേക്കാം ഒരു കൊല്ലത്തിന്. അത് നമ്മൾ ആർക്കും പ്രവചിക്കാൻ പറ്റാത്തതാണ്. പക്ഷെ വില കൂടുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഈ സ്വർണത്തിൽ നിക്ഷേപിക്കുന്നവരുടെ എണ്ണം കൂടി വരുന്നുണ്ടോ? ഇതൊരു ഉചിത നിക്ഷേപ മാർഗമെന്ന് സ്വീകരിക്കുന്ന മലയാളികൾ കൂടി വരുന്നുണ്ടോ? തീർച്ചയായിട്ടും സ്വർണത്തിൽ വില നിക്ഷേപിച്ചാൽ അവരുടെ നിക്ഷേപം പലിശ ഉൾപ്പെടെ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ഉറപ്പായ ഒരു ഇൻകം അതിന് കിട്ടുന്നുണ്ട്. എല്ലാവർക്കും നിശ്ചയമുണ്ട്. അത് സ്വർണത്തെ നിക്ഷേപിക്കുന്നതിനിടെ എണ്ണം കൂടി വരികയാണ്.
അതായത് നിങ്ങളൊക്കെ ഈ ആഭരണത്തിനൊപ്പം തന്നെ ഗോൾഡ് കോയിനും മറ്റും നിക്ഷേപകർക്ക് വേണ്ടി കളത്തിൽ ഇറക്കിയിട്ടുണ്ടാവും അല്ലേ? കോയിനും ബുള്ളിയനും എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ തയ്യാറാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 5 ഗ്രാം മുതൽ 100 ഗ്രാം 1 കിലോ വരെയുള്ള സ്വർണ്ണാഭരണ കട്ടികൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും മേടിക്കാവുന്നതാണ്. യെസ്, വളരെ നന്ദി. എന്തായാലും പ്രതികരിച്ചതിന് ഈ സ്വർണ്ണവില അത് റെക്കോർഡ് ഉയരത്തിലേക്ക് പോവുകയാണ്. 90,000-ഓ 1,00,000-ഓ സമീപ മാസങ്ങളിലെത്തിയാലും അത്ഭുതപ്പെടേണ്ടതില്ല എന്നതാണ് ഈ മേഖലയിലെ വർഷങ്ങളുടെ അനുഭവ പരിചയമുള്ള ഡോക്ടർ ബി ഗോവിന്ദൻ അടക്കമുള്ള ഭീമ ജുവലേഴ്സിൻ്റെ പ്രതിനിധികളടക്കമുള്ളവർ വ്യക്തമാക്കുന്നത്. എന്തായാലും ഇതൊന്നും കച്ചവടത്തെ ബാധിച്ചിട്ടില്ല. സ്വർണ്ണാഭരണശാലകളിലെല്ലാം വലിയ തിരക്കാണ്. പ്രത്യേകിച്ച് ഉത്സവകാലമാണ്. ഓണമൊക്കെ ഏറ്റവും അധികം ഗോൾഡ് പർച്ചേസ് നടക്കുന്ന ഒരു ഇടമാണ്. അതൊന്നും ഈ വിലവർധനവൊന്നും അതിനെ ബാധിച്ചിട്ടില്ല എന്നതാണ് അവരുടെ കണക്കെടുപ്പിൽ വ്യക്തമാകുന്നത്.